മരിച്ച വീട്ടിൽ ഖുർആൻ ഓതിയാ മരിച്ചാക്ക് പ്രതിഫലം കിട്ടുമെന്നാണ് പേടി. ചോദിക്കട്ടെ, മരിച്ചാക്ക് കിട്ടിയില്ലെങ്കിൽ ഓതിയാക്കി കിട്ടുമോ? ഓതുന്നാക്കെങ്കിലും ഖുർആൻ മരിച്ചിട്ടെങ്കിലും ഖുർആൻ ഓതട്ടെ എന്ന് ചിന്തിക്കുന്നതിന് പകരം അതെങ്ങനെ മുടക്കൂന്ന് ചിന്തിക്കുന്ന വിവരം കെട്ടവരില്ലേ? പെരുന്നാളിനാണെങ്കിലും പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന ആളുകളെ കാള കാട്ടിച്ച് വെക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഈദ്ഗാഹ് എന്ന പേരിൽ നിസ്കരിപ്പിച്ച് നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന വിവരദോഷികളില്ലേ? ചിന്തയില്ലാത്തവരില്ലേ? നന്മകളെ കുറിച്ച് അറിയാത്തവരില്ലേ? ഇബാദത്താകുന്ന ഖുതുബയെ പിടിച്ച് കേവലം പ്രസംഗമാക്കി മാറ്റിയിട്ട് മിമ്പറിന്റെ മേലെ കയറിയിട്ട് വെള്ളിയാഴ്ച ദിവസം പിരിവെടുക്കുന്ന വിവരം കെട്ട മുജാഹിദില്ലേ? അത്തരം സലഫികളില്ലേ? ഓ മുസ്ലിമേ, അത്തരം ആളുകളെ വലയിൽപ്പെട്ട് ഈമാൻ ദുഷിപ്പിക്കരുത് കേട്ടോ. ചെയ്യുന്ന അമലുകളെ പൊളിച്ചു കളയരുത് കേട്ടോ. ശാഫി ഇമാമിനെ തിരിഞ്ഞിട്ടില്ല, ഇമാം അഹ്മദ് ബിൻ ഹംബലിന് തിരിഞ്ഞിട്ടില്ല, ഇമാം അബൂ ഹനീഫ തങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല, മാലിക് ഇമാം റളിയല്ലാഹു അൻഹു അവർക്കൊന്നും തിരിഞ്ഞിട്ടില്ല. മദ്ഹബിന്റെ ആവശ്യമില്ല. ഞങ്ങൾ ഖുർആൻ നോക്കി ജീവിക്കും, ഞങ്ങൾ ഹദീസ് നോക്കി ജീവിക്കുമെന്ന് പറയുന്ന വിവരദോഷികളില്ലേ? വിവരക്കേടുള്ളവരില്ലേ? ഇമാമികളെ തള്ളിയവരില്ലേ? അവരെ പിന്നാലെ പോയി ഈമാൻ ദുഷിപ്പിക്കല്ല മുസ്ലിമേ.